സബ്സ്ക്രൈബ് ചെയ്തോളൂ. അവർക്ക് മാത്രമേ നിങ്ങൾ ഉദ്ദേശിച്ച സാധനം കിട്ടത്തുള്ളൂ. അതിൽ ഈ പറഞ്ഞ പോലെ ഭയങ്കര സ്ക്രിപ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾ പ്രതീക്ഷിച്ച അൺകട്ട് അതിലുണ്ട്. ദൈവം തമ്പുരാനെ അടുത്ത ജന്മത്തിലെങ്കിലും ഞങ്ങളോട് ഈ പക്ഷഭേദം കാണിക്കരുതിട്ടാ. ഈ 2 വിലപിടിപ്പുള്ള സാധനം ഒരു വിഭാഗത്തിന് കൊടുക്കാണ്ട് 2 പേർക്ക് ഓരോന്ന് കൊടുക്ക്. ഇത് ഒരു വിഭാഗത്തിന് ഒരു ചുങ്ങിയ ഒരു കാരക്കും തന്ന് മറ്റൊരു വിഭാഗത്തിന് 2 വിലപിടിപ്പുള്ള സാധനം കൊടുത്ത്, ലോകത്ത് എവിടെ പോയാലും മാർക്കറ്റുള്ള ഒരു സാധനം കൊടുത്ത്, എന്നിട്ട് നമ്മളോട് പറഞ്ഞ് ഈ കാരക്കും വെച്ചിട്ട് പണിയെടുത്തോളാം. കല്ലേറ്റിക്കോ, തെങ്ങേറിക്കോ, ബസ് ഓടിച്ചോ, ഓട്ടോറിക്ഷ ഓടിച്ചോ, എന്താ വാർപ്പിന്റെ പണിക്ക് വെക്കോ, ഇരുമ്പ് തവിടാക്കിക്കോ, സിമെന്റ് ഏറ്റിക്കോ, പൂഴി ഏറ്റിക്കോ എന്ന് പറഞ്ഞ്. എന്താ ഈ കഥ? അടുത്തൊരു വിഭാഗം ഉണ്ടാക്കുമ്പോ ഇനിയൊരു ജന്മം വേറെ ആർക്കെങ്കിലൊക്കെ കൊടുക്കുമ്പോ 2 ഒന്നൊരാൾക്കും മറ്റൊരാൾക്കും കൊടുക്കി. 2 പേരും എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ, അതുകൊണ്ട് ജീവിക്കാൻ പറ്റുമോ നോക്കട്ടെ. ഇത് ഒരു വിഭാഗത്തിന് വെറും കഷ്ടപ്പാടും ഒരു വിഭാഗത്തിന് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഏർപ്പാടും. നമുക്ക് ഒന്ന് തരികയാണെങ്കിൽ നമ്മളും ചെറിയൊരു സബ്സ്ക്രൈബൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിക്കുക. അതുകൊണ്ടെന്നേ ഇതിപ്പോ ഇതും വെച്ചിട്ട് എന്ത് കാട്ടാൻ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക? ആരെങ്കിലും വന്ന് സബ്സ്ക്രൈബ് ചെയ്യോ ഈ കാരക്കെ അടി കൊടുത്തിട്ട്? നമുക്കും എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയൊരു വ്യത്യാസം നമുക്കും തരണ്ടേ ഭഗവാനെ. നിങ്ങള് എന്ത് കച്ചവടക്കാരാ? ഒരാൾക്ക് ഒരു വിഭാഗത്തിന് ഒരു ചുക്കും ചുണ്ണാമ്പൂല്ല, മറ്റേ വിഭാഗത്തിന് ലോകത്ത് എവിടെ പോയാലും മാർക്കറ്റുള്ള സാമാനം കൊടുത്ത്, എന്നിട്ട് അവര് സബ്സ്ക്രൈബും വാങ്ങി ഒക്കെ ചെയ്ത് തവിട് കൂടിയൊക്കെ നമ്മൾ ഇതായിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി കഴിഞ്ഞത് എടുക്കുവോ? പേട്ടന്റെ ആർക്കെങ്കിലും വേണം? ആർക്കും വേണ്ട. കുന്നോളം മാർക്കറ്റിൽ പോലും വില ഇല്ലാന്ന് പറയുന്നുണ്ട് പേട്ടണ്ടിക്ക്. അപ്പൊ എന്തായാലും നിങ്ങളുടെ പരിപാടികൾ നടക്കട്ടെ. സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തോളി. പോയിട്ട് ചെതറട്ട പരിപാടി.